ഓക്കെ അല്ലേ? അല്ല, മുഖ്യമന്ത്രി ഇന്ന് രാവിലെ സംസാരിച്ചതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നലെ അൻവറുടെ പത്രസമ്മേളനത്തിൽ അൻവർ പറഞ്ഞത് ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടോ CPM-നെതിരായിട്ടോ അല്ല ഞാൻ പറയുന്നത്. CPM-ലെയും ഇടതുപക്ഷ മുന്നണിയിലെയും നിരവധി ആളുകളുടെ ആശങ്കകൾ ആണ് ഞാൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ പങ്കുവെക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഒരു ഉപജാപക സംഘം നിയന്ത്രിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കരിപ്പൂര് കേന്ദ്രമാക്കിയിട്ടുള്ള സ്വർണ്ണക്കടത്തിന് കൂട്ടുനിൽക്കുന്നു. കസ്റ്റഡി മർദ്ദനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ, സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് 100-ൽ നിന്ന് 0-ലേക്ക് പോയിരിക്കുന്നു. അതിന് മറുപടി പറയുന്നതിന് പകരം ഇന്ന് പിണറായി വിജയൻ വരുത്താൻ ശ്രമിച്ചത്, പിണറായി എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷമാണ്, പിണറായി എന്ന് പറഞ്ഞാൽ CPM ആണ്, അതിനപ്പുറത്ത് ഇടതുപക്ഷവും CPM-ഉം ഇല്ല. അതുകൊണ്ട് അതിനൊക്കെയുള്ള മറുപടി ഗോവിന്ദ മാഷ് പറയും. എനിക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇടതുപക്ഷത്തെ അപകീർത്തിപ്പെടുത്താനും സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനും ശ്രമിക്കുന്നു എന്നുള്ള ആരോപണമാണ്. മുഖ്യമന്ത്രി യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചു വിടാനാണ് ശ്രമിക്കുന്നത്. യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സ്വർണ്ണക്കടത്ത് പോലെയുള്ള കാര്യങ്ങളിൽ പങ്കാളികളാകുന്നു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും CPM എന്ന് പറയുന്ന പാർട്ടിയെ ഒരാൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ് എന്നുള്ള തലത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നു. എന്ന് പറഞ്ഞാൽ അൻവർ ഉയർത്തിയത് CPM-ലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകരുടെ ആശങ്കകൾ, ആ ആശങ്കകളാണ് ഉയർത്തിയത്. മുഖ്യമന്ത്രി അതിനാണ് മറുപടി പറയേണ്ടത്. ഈ അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളെ സർക്കാരിനെതിരായിട്ടോ ഇടതുപക്ഷ മുന്നണിക്കെതിരായിട്ടോ CPM-നെതിരായിട്ടോ ഉള്ള ആരോപണങ്ങളായിട്ട് അത് കേട്ട ഒരാൾക്ക് തോന്നിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും മുഖ്യമന്ത്രിയെയും മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ മറുപടി പറയേണ്ട മുഖ്യമന്ത്രി, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതൊക്കെ ഗോവിന്ദ മാഷ് പറയുമെന്ന് പറഞ്ഞാൽ, ഗോവിന്ദ മാഷ് ഇനിയിപ്പോൾ 2 മണിക്ക് കാണുമ്പോൾ പാവം ഗോവിന്ദ മാഷ്ക്ക് ന്യായീകരിക്കാനേ പറ്റുള്ളൂ. അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് ന്യായീകരിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. പക്ഷേ ഒരു കാര്യം, ബഹുമാന്യനായിട്ടുള്ള ഗവർണർ സംസ്ഥാന സർക്കാരിനൊരു കത്ത് കൊടുത്തിരുന്നു. അൻവർ പറഞ്ഞ ഫോൺ ചോർത്തൽ സുപ്രീം കോടതി രാജ്യത്തെ ഭരണഘടനയ്ക്കെതിരാണ് എന്ന് പറഞ്ഞ, ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വകാര്യത എന്നുള്ള അവകാശം 22-ാം വകുപ്പ്, ഭരണഘടനയുടെ 22-ാം വകുപ്പ് ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ സ്വകാര്യത എന്നുള്ള അവകാശം, ആ അവകാശം ലംഘിക്കപ്പെട്ടു എന്ന് പ്രഥമ ദൃഷ്ട്യാ വന്നിട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും ഒരു അന്വേഷണം നടത്തേണ്ടെന്ന് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ അതിനർത്ഥം എന്താ? ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, ഞങ്ങളുടെ സംശയമൊക്കെ ശരിയാണ് എന്ന് ഇപ്പോൾ ബോധ്യമായി. സംശയം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അന്വേഷണം നടത്തിയില്ല? മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു ബ്രാഞ്ചിലെ അംഗം, സാധാരണ അംഗം പോലും ആ പാർട്ടിക്കെതിരായിട്ടൊരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അയാൾ പുറത്താക്കും, അയാൾക്കെതിരായിട്ട് നടപടികൾ ഉണ്ടാകും. ഇവിടെ അൻവറിനെതിരായിട്ട് ഒരു കേസെടുക്കാൻ ഇതുവരെ തയ്യാറായില്ലല്ലോ. അപ്പോൾ അതിനർത്ഥം എന്താ? അതിനർത്ഥം അൻവറുടെ കയ്യിൽ ഇപ്പോഴും മുഖ്യമന്ത്രി ഭയക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്ക് ഇത്ര വലിയ ഭയം എന്താ? ഒരു MLA ഭയന്നുകൊണ്ട് കേരളത്തിൻ്റെ ഭരണത്തലവൻ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം, കേരളത്തിൻ്റെ ഭരണത്തലവന് ഭരണം നടത്തേണ്ടി വരുന്ന സാഹചര്യം അപകടകരമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവൻ തന്നെ, ആ ജീവൻ തന്നെ സുരക്ഷിതമല്ല. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിലാണ് കേരളത്തിൻ്റെ ഭരണം എന്നുള്ള സൂചനയാണത് നൽകുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് ഇനി ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. മുഖ്യമന്ത്രി ഈ കാര്യങ്ങളിൽ വ്യക്തത വരുത്തണം എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതല്ലെങ്കിൽ അദ്ദേഹം
മന്ത്രിസഭ രാജിവെച്ച് പുതിയ ജനവിധി തേടട്ടെ, ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് കേരളം ഭരിക്കണം എന്നുള്ളത്. ഇന്നലെയുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ആരോപണം തൃശ്ശൂർ പൂരം കലക്കിയതിന് പിന്നിൽ BJP കേരളത്തിൽ ജയിക്കണം എന്ന ആഗ്രഹമുള്ള ഇടതുപക്ഷക്കാരൻ. ഞാൻ ചോദിക്കട്ടെ, ആറ്റിങ്ങലില് എനിക്ക് 15,000 വോട്ടിനാണ് ഞാൻ തോറ്റത്. ഒരു പൂരം കലക്കൽ അവിടെ ഉണ്ടായില്ലല്ലോ. തിരുവനന്തപുരത്ത് 15,000 വോട്ടിനാണ് തോറ്റത്, അവിടെ ഒരു പൂരം ഉണ്ടായിട്ടില്ല. അപ്പൊ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ജയിക്കുന്നതിന് വേണ്ടിയിട്ട് പൂരം കലക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ CPM-ന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ഉദയഭാനു ഹിന്ദു ദേവതകളെ അധിക്ഷേപിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പുതുതായിട്ട് തുടങ്ങിയ കാര്യമല്ല ഇത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ശബരിമല അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു, പൂരം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു, ഇപ്പോൾ ഹിന്ദു ദേവതകളെയും ദേവന്മാരെയും അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നു. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ്. BJP-യുടെ ചരിത്രം, RSS-ന്റെ ചരിത്രം ഹിന്ദു താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ള ഇതാണ്. അതല്ലാതെ സുരേഷ് ഗോപി അങ്ങനെയാണെങ്കിൽ പൂരം അലങ്കോലപ്പെടുത്തിയത് CPM ആണെങ്കിൽ മുരളീധരൻ ജയിക്കായിരുന്നില്ലേ? മുരളീധരൻ അതിൽ പങ്കിട്ടായിരുന്നു. എന്തുകൊണ്ട് മുരളീധരൻ ജയിച്ചില്ല? മുരളീധരനല്ലേ കിട്ടേണ്ടിയിരുന്നത്? സിറ്റിംഗ് MLA, സിറ്റിംഗ് MP, നേരത്തെ തൃശ്ശൂരിൽ എത്ര കാലമായിട്ടുള്ള ഒരാള്, എന്തുകൊണ്ട് മുരളീധരൻ ജയിച്ചില്ല? അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഈ ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് കാര്യമില്ല. അന്വേഷണം നടത്തട്ടെ, അന്വേഷണം നടത്തിയിട്ട് തെളിവുണ്ടെങ്കിൽ പുറത്തുവിട്ടെ. ഞാൻ വെല്ലുവിളിക്കുകയാണ്. BJP-യുടെ വിജയത്തിന് വേണ്ടിയിട്ട് BJP പൂരം കലക്കാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണത്തിൽ എന്തെങ്കിലും തരിമ്പുണ്ടെങ്കിൽ 5 മാസമായില്ലേ ഇതുവരെ, എന്തുകൊണ്ട് അന്വേഷണം നടത്തി പുറത്തുവിട്ടില്ല? അൻവർ പറയുന്നതല്ല, മുഖ്യമന്ത്രി അത് അന്വേഷിച്ച് പുറത്തുവിടണം. BJP ജയിക്കണം എന്ന് ആഗ്രഹമുള്ള CPM, അപ്പൊ കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി? കോൺഗ്രസിന്റെ വോട്ട് പിടിച്ചു നിർത്താൻ പറ്റിയില്ലല്ലോ.